ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ സമാധാനപ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന സമാധാനപ്രഭുവേ ആരാധന ആശ്വാസപ്രദനേ ആരാധന എന്റെ വിടുതലവൻ എന്റെ സൗഖ്യമവൻ എന്റെ മോചനദ്രവ്യൻ അവനാരാധന എന്റെ വിടുതലവൻ എന്റെ സൗഖ്യമവൻ എന്റെ മോചനദ്രവ്യൻ അവനാരാധന കരങ്ങൾ ഉയർത്തി ആരാധന ഹല്ലേലൂയ ചേർന്ന് പാടി ആരാധന ഹല്ലേലൂയ ഉച്ചത്തിൽ പാടിക്കേ ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന കർത്താവേ ആരാധന ഹല്ലേലൂയ ആരാധന കർത്താവേ ആരാധന ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ആരാധന ഹല്ലേലൂയ ഓ ആരാധന രണ്ട് കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റൊന്നും ചിന്തിക്കേണ്ട. ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ സാത്താനെ തോൽപ്പിച്ച് ജീവിക്കാൻ ഈശോ നൽകിയ ഏറ്റവും വലിയ കൃപയാണ് യേശുവിന്റെ രക്തം. ആ യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് അനുഭവിച്ച് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ, അങ്ങയുടെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തവനെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരു രക്തമേ, എനിക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുകിയ രക്തമേ, ആ രക്തത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ദുശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സമയത്തൊന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാത്ത ചില പീഡകൾ, ചിലരുടെ ഉള്ളിൽ അപ്രകാരം ചില പാപവാസനകൾ വർഷങ്ങളായിട്ട് കുടികൊണ്ടുന്നുണ്ടാവും. കർത്താവെ, ഈ ആരാധന സമയത്ത് ആ മേഖലകൾ സമർപ്പിക്കുക. ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഈ ദുശീലങ്ങളുടെ മേൽ കർത്താവെ, അങ്ങ് ഞങ്ങൾക്കൊരു വിടുതൽ നൽകണം. കർത്താവെ, ഈ പരിശുദ്ധ ആരാധനയുടെ മുമ്പിൽ ആ മേഖലകൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു നിമിഷം നമ്മൾ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാഡ് ഹാബിറ്റ്സ്, ദുശീലങ്ങൾ വളർന്നു വന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധ അൽത്താര നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇത് എന്നു മുതലാണ് ഈ ദുശീലം നിന്റെ ഉള്ളിൽ വന്നത്? ചില പാപ വഴികൾ വന്ന ചില വഴികളെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നിന്റെ ഓർമ്മയിൽ കൊണ്ടുവരും. ഉദാഹരണത്തിന്, മദ്യപാനത്തിന് ആസക്തിയുള്ള വ്യക്തി ചിന്തിക്കുക, എന്നാണ് ഞാൻ ആദ്യമായിട്ട് മദ്യപിച്ചത്? എന്നു മുതലാണ് ഞാൻ ഈ പാപത്തിന് ഒരു അടിമയായി മാറിയത്? ഒരുപക്ഷെ ചിലര് ചിന്തിക്കുമ്പോൾ പറയും, വർഷങ്ങളായി.
ഇതൊരു തഴക്കദോഷമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ആദ്യമായിട്ട് ഈ മദ്യപിച്ചതും പിന്നീട് മദ്യത്തിന്റെ അടിമയായിട്ട് മാറിയതിനുമൊക്കെ ചില കാരണങ്ങൾ കിടക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എന്റെ ദുശീലങ്ങളിൽ എനിക്കൊരു വിടുതൽ വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മേഖലകൾ സമർപ്പിക്കുക. ചില ജഡിക പാപങ്ങളുടെ മേഖലകൾ, സ്വയംഭോഗത്തിന്റെ, സ്വവർഗഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ, തെറ്റായ സ്നേഹബന്ധങ്ങളുടെ പീഡ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാൻ പറ്റാത്തവണ്ണം ചില പൈശാചിക പീഡ നിന്നെ വിരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ? ഇതാ ഈ പരിശുദ്ധ അൽത്താരം നിനക്ക് വിടുതൽ നൽകുകയാണ്. The mighty deliverance upon you. യേശുവിന്റെ രക്തം നിന്നെ ഇതാ തിരിച്ചു പിടിക്കുകയാണ്.